പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി ആദ്യം മുതൽ എന്നും എന്നേക്കും തന്നെ ആമേൻ. കർത്താവിനാൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസത്തിൻ്റെ അവസാനത്തിൽ ദൈവം നമ്മളെ കൂട്ടിക്കൊണ്ടുവന്നു. ദൈവസന്നദ്ധിയിലിരുന്ന് വചനം കേൾക്കാൻ തക്കവണ്ണം ഈ മീഡിയയിലൂടെ ദൈവം നമ്മളെ അനുഗ്രഹിച്ചു. അത് ദൈവത്തിനെ മഹത്വപ്പെടുത്തുന്നു. അച്ഛൻ്റെ അടുക്കൽ ഒത്തിരി പേര് വന്ന് ചോദിക്കാറുണ്ട്, അച്ഛാ പലപ്പോഴും ഒത്തിരിയേറെ പ്രാർത്ഥിച്ചിട്ടും ചില പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടുന്നില്ല അച്ഛാ, മടുത്തുപോയി, ഇനി ഞാൻ പ്രാർത്ഥിക്കുന്നില്ല അച്ഛാ എന്ന് ഒത്തിരി പേര് പറയാറുണ്ട്. എന്നാൽ ചിലവർ വന്നിട്ട് പറയാറുണ്ട്, അച്ഛാ പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതിന് ഉത്തരം കിട്ടുക കേട്ടോ എന്നും ചിലർ പറയാറുണ്ട് കേട്ടോ. എന്നാൽ ഭൂരിഭാഗം പേരും ഒന്ന് പറയാറുണ്ട്, ഇങ്ങനെയാണ് ഷെയർ ചെയ്യുന്നത്, അച്ഛാ പ്രാർത്ഥിച്ചിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല അച്ഛാ, ഇത് അനേക വർഷങ്ങളായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രതിഫലവും ഇല്ല, അതിന് ഒരു മറുപടിയും ദൈവം ഇതുവരെ തന്നിട്ടില്ല എന്ന് സങ്കടത്തോടെ വന്ന് പറഞ്ഞിട്ട് പോകുന്നവരുമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് വേണ്ടിയാണ് ഇന്നത്തെ മെസ്സേജ്. അതായത് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്, ഇല്ലെങ്കിൽ സ്വർഗം നമ്മുടെ പ്രാർത്ഥന കേൾക്കണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്, അതെങ്ങനെയുള്ള പ്രാർത്ഥനയാണ് സ്വർഗം കേൾക്കുന്നത്. ഇപ്പോൾ വചനം തന്നെ നമ്മളോട് പറയുന്നുണ്ട്, പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണെന്ന് വചനത്തിലൂടെ ദൈവം നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. ഇന്ന് ആ വചനമാണ് നമ്മൾ അല്പനേരത്തേക്ക് നമ്മൾ പങ്കുവയ്ക്കുന്നത്. 2 ദിനവൃത്താന്ത പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വചനം. 2 ദിനവൃത്താന്തം 7-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വചനം ഇങ്ങനെ പറയുകയാണ്, എൻ്റെ നാമം പേറുന്ന എൻ്റെ ജനം എന്നെ അന്വേഷിക്കുകയും തങ്ങളെ തന്നെ എളിമപ്പെടുത്തി പ്രാർത്ഥിക്കുകയും തങ്ങളുടെ ദുർമാർഗങ്ങളിൽ നിന്ന് പിന്തിരിയുകയും ചെയ്താൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് അവരുടെ പ്രാർത്ഥന കേട്ട് അവരുടെ പാപങ്ങൾ ക്ഷമിക്കുകയും അവരുടെ ദേശം സമ്പുഷ്ടമാക്കുകയും ചെയ്യും. കണ്ടോ, ഒന്നുകൂടെ ഞാനത് വായിക്കാം. എൻ്റെ നാമം പേർന്ന എൻ്റെ ജനം എന്നെ അന്വേഷിക്കണം, അത് കഴിഞ്ഞ് തങ്ങളെ തന്നെ എളിമപ്പെടുത്തി പ്രാർത്ഥിക്കുകയും തങ്ങളുടെ ദുർമാർഗങ്ങളിൽ നിന്ന് പിന്തിരിയുകയും ചെയ്താൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് അവരുടെ പ്രാർത്ഥന കേട്ട് അവർക്ക് ഞാൻ ഈ യാചനകൾക്ക് ഉത്തരമരുളും, അവരുടെ ദേശം ഞാൻ സമ്പുഷ്ടമാക്കും. ഇപ്പോൾ ഈ വചനം വായിച്ചപ്പോൾ അവിടെ 3 കാര്യങ്ങൾ ചെയ്യണം. ഒരു വ്യക്തി പ്രാർത്ഥിക്കാനിരിക്കുന്നതിന് മുൻപ് 3 കാര്യങ്ങൾ ചെയ്താൽ അവൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കും, സംശയമില്ലാത്ത കാര്യമാണ്. ഇത് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ. അച്ഛൻ പരീക്ഷിച്ചിട്ടുണ്ട്, വിജയിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം, നിങ്ങളും ഇന്ന് ഈ വചനം കേൾക്കുന്ന നിങ്ങളെല്ലാവരും ഇത് അനുസരിച്ച് ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ച് നോക്കിക്കോ. എത്ര കീറാമുട്ടിയാണേലും അത് കീറിപ്പോരും. എത്ര വർഷങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടാതാണേലും അതിന് ഉത്തരം ദൈവം നമുക്ക് നൽകും. ഇതാ ഒന്നാമത് അവിടെ പറയുകയാണ്, എൻ്റെ നാമം പേർന്ന എൻ്റെ ജനം എന്നെ അന്വേഷിക്കട്ടെ. അതായത് ദൈവത്തിനായിരിക്കണം നമ്മൾ 1-ാം സ്ഥാനം കൊടുക്കേണ്ടത്. അതായത് ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ, ഒരു ഭാരം വരുമ്പോൾ, ഒരു സങ്കടം വരുമ്പോൾ നമ്മൾ ആദ്യം അന്വേഷിക്കേണ്ടത് കർത്താവിനെ ആയിരിക്കണം. ഇങ്ങനെ ആരെങ്കിലും നമ്മുടെ ജീവിതത്തിലുണ്ടോ, അല്ല നമ്മുടെ കുടുംബത്തിലുണ്ടോ, തീർച്ചയായിട്ടും അവിടെ ദൈവം ഇറങ്ങി വന്നിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു വചനമാണ് ഇയ്യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 10-ാം വചനം. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, തൻ്റെ മക്കൾ പാപം ചെയ്തു പോയി എന്ന് ഓർത്ത് ഇയ്യോബ് എല്ലാ ദിവസവും, അതായത് 10 മക്കൾ ഇയ്യോബിനുണ്ടായിരുന്നു, ഓരോ മാസവും ഓരോ മക്കളുടെ വീടുകളിൽ ഇവരൊരുമിച്ച് കൂടി സൽക്കാരവും ആടവും പാട്ടും ഒക്കെ ആയിട്ട് അവർ ഭയങ്കര ആഘോഷം. പിറ്റേന്ന് പ്രഭാതത്തിൽ ഈ 10 മക്കളുടെ അപ്പൻ അയ്യോബ് എന്നാ ചെയ്യുമെന്നറിയാമോ, തൻ്റെ മക്കൾ തലേ രാത്രിയിൽ പാപം ചെയ്തു പോയിട്ടുണ്ടാകാം എന്നറിഞ്ഞ് അതിരാവിലെ എഴുന്നേറ്റ് കർത്താവിൻ്റെ സന്നിധിയിൽ എന്ത് ചെയ്തു, ബലി അർപ്പിച്ച് മക്കളുടെ പാപങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം നമ്മൾ സർവശക്തനായ ദൈവത്തെ വിളിക്കണം, അവനെ അന്വേഷിക്കണം. ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു പ്രാർത്ഥനയുടെ ആദ്യത്തെ ഘട്ടമെന്ന് പറയുന്നത്, നമ്മൾ നമ്മുടെ സ്വത്തിനെ ആശ്രയിക്കരുത്, നമ്മുടെ വ്യക്തിബന്ധങ്ങളെ ആശ്രയിക്കരുത്, നമ്മുടെ കഴിവിനെ ആശ്രയിക്കരുത്, നമ്മുടെ ജോലിയെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ആശ്രയിക്കാൻ പാടില്ല. അതിന് ഉദാഹരണം പറഞ്ഞാൽ, ഒരു 6-7 വർഷങ്ങൾക്ക് മുമ്പ് മലയാള മനോരമ പത്രത്തിൻ്റെ ഏറ്റവും ഫ്രണ്ട് പേജിൽ ഒരു പടം, അതിനിടയ്ക്ക് താഴെ വാർത്തയുണ്ട്. അതിങ്ങനെയാണ്, ചെന്നൈയിൽ മഴക്കെടുതി വന്നു, പ്രളയം വന്നു, മഴവെള്ളമെല്ലാം വന്നു, ആളുകൾക്കൊന്നും പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ ഇതാ ഹെലികോപ്റ്ററിൽ നിന്ന് സൈനികർ ഭക്ഷണ പൊതികൾ താഴോട്ട് എറിഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ താഴോട്ട് എറിഞ്ഞു കൊടുക്കുന്ന സമയത്ത് സംഭവിച്ചതെന്ന് വെച്ചാൽ, ചേരി കിടക്കുന്നവൻ മുതൽ അങ്ങ് ഫ്ലാറ്റിൽ താമസിക്കുന്നവൻ വരെ ഈ ഭക്ഷണ പൊതിക്ക് വേണ്ടി ഈ ഹെലികോപ്റ്റർ താഴെ ക്യൂ നിൽക്കുകയാണ്. നോക്കണം, ഈ ഫ്ലാറ്റിൽ താമസിക്കുന്നവൻ്റെ അക്കൗണ്ടിൽ പൈസ കിടപ്പുണ്ട്, എന്നാൽ പക്ഷേ അവനത് എടുക്കാൻ നിവൃത്തിയില്ല. അത് എടുത്താൽ പോലും അത് വാങ്ങിക്കാൻ, ഭക്ഷണ പദാർത്ഥങ്ങൾ വാങ്ങിക്കാൻ പോലും നിവൃത്തിയില്ലാത്ത അവസ്ഥ.
അപ്പോൾ നമ്മൾ ഓർത്തേക്ക് അക്കൗണ്ടിൽ പൈസ ഉണ്ടെന്ന് ഓർത്തുകൊണ്ട് നമ്മൾ സന്തുഷ്ടിയോടെ ജീവിച്ചാൽ നമുക്ക് സന്തോഷം കിട്ടുമോ? ഒരിക്കലും സന്തോഷം കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സർവ്വശക്തനായ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഏത് പ്രതിസന്ധി ഘട്ടത്തെയും നമുക്ക് അതിജീവിക്കാൻ പറ്റും, ഏത് പ്രതിസന്ധി ഘട്ടത്തെയും. അപ്പോൾ അതിനൊരു ഉദാഹരണം വീണ്ടും പറഞ്ഞാൽ, യേശുവിൻ്റെ ഉയർത്തെഴുന്നേറ്റ് വെച്ചപ്പോൾ പത്രോസ്ലീഹ എഴുന്നേറ്റ് നിന്നിട്ട് മറ്റ് ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ പഴയ പരിപാടിക്ക് പോവുകയാണ്, ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ്. അങ്ങനെ പത്രോസിൻ്റെ നേതൃത്വത്തിൽ കുറച്ച് ശിഷ്യന്മാർ എന്ത് ചെയ്തു? മീൻ പിടിക്കാൻ പോയി. ആ രാത്രി മുഴുവൻ അവർ അധ്വാനിച്ചിട്ടും അവർക്ക് എന്ത് കിട്ടില്ല? മീൻ കിട്ടിയില്ല. അപ്പോൾ ക്രിസ്തുവിനെ ഉപേക്ഷിച്ച് അവർ പോയപ്പോൾ അവർക്കൊന്നും കിട്ടിയില്ല. എന്നാൽ പ്രഭാതത്തിൽ ക്രിസ്തു അവരോട് വന്നു, അവരോട് വല വീശാൻ പറഞ്ഞു. അവർ വല വീശി, വല കീറുവോളം അവർക്ക് എന്ത് ചെയ്തു? ആ മത്സ്യത്തെ കിട്ടി. അപ്പോൾ നമ്മൾ ഓർത്ത് നോക്കിയേ, നമ്മുടെ കൂടെ ദൈവം ഉണ്ടെങ്കിൽ എത്ര വലിയ അബദ്ധത്തിൽ നിന്നും ദൈവം നമ്മളെ എന്ത് ചെയ്യും? കരകയറ്റും. ഇത് സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷെ ഒറ്റ കാര്യം ചെയ്യണം, നമുക്കൊരു മുറിവ് വന്നാൽ, നമുക്കൊരു വേദന വന്നാൽ, നമുക്കൊരു സന്തോഷം വന്നാൽ നമ്മൾ ആദ്യം സ്തുതിക്കേണ്ടത്, ആശ്രയിക്കേണ്ടത് സർവശക്തനായ ദൈവത്തെയാണ്. അങ്ങനെ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ എത്ര മാറ്റി നിർത്തപ്പെട്ടവർ, എത്ര തകർന്നു പോയവരെയും കർത്താവ് എന്ത് ചെയ്യും? എഴുന്നേൽപ്പിച്ചുകൊണ്ട് വരും. അച്ഛൻ്റെ ജീവിതത്തിൽ ഒരു അനുഭവമുണ്ട്. അച്ഛൻ +2 പഠിക്കുന്ന സമയം, +2 എക്സാം കഴിഞ്ഞു, റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ പിതാവ് കേരളത്തിൻ്റെ പുറത്തുള്ളൊരു പള്ളിയിൽ ഒരു വൈദികൻ്റെ കൂടെ അച്ഛനെ സഹായിക്കാനും പള്ളിയൊക്കെ നോക്കാനും ഒക്കെ ആയിട്ട് എൻ്റെ പിതാവ് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ +2ൻ്റെ എക്സാം കഴിഞ്ഞ് റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്ന ആ 2 മാസത്തെ സമയം അച്ഛൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുക്കൽ പോയി, പിതാവിനെ കാണാനൊക്കെ ആയിട്ട് പോയി. അപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോൾ എൻ്റെ പിതാവിന് സന്തോഷമായി. ഒരാഴ്ച എൻ്റെ അപ്പൻ്റെ കൂടെ ഞാൻ നിന്നു. എൻ്റെ അപ്പൻ എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു, ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അപ്പൻ എന്ത് ചെയ്തു? എന്നെ എല്ലാം വരമേൽപ്പിച്ചിട്ട് അപ്പൻ നാട്ടിലേക്ക് വന്നു, വീട്ടിലേക്ക് വന്നു. അപ്പോൾ അപ്പൻ്റെ ചുമതല ഞാൻ ഏറ്റെടുത്തു. അങ്ങനെ പ്രിയമുള്ളവരെയും, അപ്പോൾ ചെറുപ്പം മുതലേ വൈദികനാകണമെന്നൊരു വലിയ ആഗ്രഹമുണ്ട് മനസ്സിൽ. അങ്ങനെ ഞാൻ ആ പള്ളിയിൽ അച്ഛൻ്റെ കൂടെ ഒപ്പം ഇരുന്നു, ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിച്ചു. പള്ളിയിൽ എല്ലാ ഞായറാഴ്ചയും കുർബാന നടക്കുന്ന ഒരു പള്ളിയാണ്, ഒത്തിരി ഇടവക്കാരുള്ള പള്ളിയാണ്. അപ്പോൾ അവിടെ എൻ്റെ ഒരു ഞായറാഴ്ച വന്നാൽ എൻ്റെ ചുമതല എന്ന് പറയുന്നത് ഞായറാഴ്ച കുർബാനയ്ക്ക് വരുന്ന ആളുകൾക്കൊക്കെ ചായ ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ ഈ മദ്ബഹായിൽ ശുശ്രൂഷയ്ക്ക് കയറുന്ന, അൾത്താരയിൽ ശുശ്രൂഷയ്ക്ക് ചെയ്യുന്ന ഒരു ബാലനായിരുന്നു ഞാൻ. അപ്പോൾ എനിക്കാണെങ്കിൽ ഒരു ഞായറാഴ്ച പോലും കുർബാനയ്ക്ക് കയറാതിരുന്നാൽ ഭയങ്കര ഒരു അസ്വസ്ഥതയാണ്. അപ്പോൾ ഞാൻ വെളുപ്പിന് ഞായറാഴ്ച അതിരാവിലെ വെളുപ്പിന് എഴുന്നേറ്റ് ചായയൊക്കെ ഉണ്ടാക്കി ഒരു കിറ്റിൻ്റെ അകത്ത് വെച്ച് ഞാൻ എന്ത് ചെയ്യും? എല്ലാം തയ്യാറാക്കി വെച്ചിട്ട് ശുശ്രൂഷക്കുപ്പായിട്ട് പരിശുദ്ധ കുർബാനയ്ക്ക് നിൽക്കും. അങ്ങനെ പ്രിയമുള്ളവരെ, ഒരു 2-3 ആഴ്ച ഇങ്ങനെ അങ്ങ് നടന്നു പോയി. ഏതാനും കുറച്ചാഴ്ച കഴിഞ്ഞപ്പോൾ ആ ഇടവയിൽ പരിശുദ്ധ കുർബാനയ്ക്ക് വന്ന ആളുകൾ ഇട്ടിരുന്ന ചെരുപ്പുകൾ കാണാനില്ലാതെ വരുന്നു. ഓരോ ഞായറാഴ്ച ചെല്ലും തോറും നല്ല വിലപിടിപ്പുള്ള ചെരുപ്പുകളൊക്കെ ആരോ മോഷ്ടിച്ചുകൊണ്ട് പോവുക. അങ്ങനെ ഇരിക്കെ പിറ്റേ ഞായറാഴ്ച കമ്മിറ്റി കൂടി തീരുമാനം എടുത്തിട്ട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, ചെരുപ്പ് സൂക്ഷിക്കാൻ നമുക്കൊരാളെ നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ സജോയെ പിടിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ചെരുപ്പ് സൂക്ഷിക്കാം എന്ന് പറഞ്ഞ്, അപ്പോൾ പിറ്റേ ഞായറാഴ്ച മുതൽ എൻ്റെ ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? ചെരുപ്പുകൾക്ക് കാവലിരിക്കുക. പരിശുദ്ധ കുർബാന മോളിൽ നടക്കുമ്പോൾ ചെരുപ്പുകൾക്ക് കാവലിരിക്കുന്നു ഞാൻ. ഭയങ്കര സങ്കടമായി, ഹൃദയത്തിൽ ഭയങ്കര വിഷമം. പക്ഷേ ഞാൻ ആരോടും ഒരു പരാതിയും പറഞ്ഞില്ല. സർവശക്തനായ ദൈവം എന്നെ ഏൽപ്പിച്ച ദൗത്യമാണ്, എന്നെ ഏൽപ്പിച്ച ചുമതലയാണെന്നുള്ള ആ ഒരു ബോധ്യത്തിൽ ഞാൻ എന്ത് ചെയ്തെന്നറിയാമോ? ആ ഒരു ജോലി ആരോടും ഒരു പരിഭവവും പറയാതെ അവിടെ ഇരുന്നുകൊണ്ട് ചെയ്തു. ഞാൻ കാര്യം ആരോടും ഇതിനു മുമ്പ് ഷെയർ ചെയ്തിട്ടില്ല. അങ്ങനെ പ്രിയമുള്ളവരെയും ഏതാനും ആഴ്ചകൾ കഴിഞ്ഞ് അങ്ങനെ പോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് നാട്ടിലോട്ട് വന്നു. എൻ്റെ പഠനകാലം എല്ലാം കഴിഞ്ഞു, സെമിനാരി കാലഘട്ടം എല്ലാം കഴിഞ്ഞു. ദൈവത്തിൻ്റെ കൃപയിൽ വൈദികനായി എൻ്റെ ആദ്യ ദിവ്യബലി അർപ്പണം നടക്കുന്നത് എൻ്റെ ഇടവക പള്ളിയിലാണ്. പ്രിയമുള്ളവരെ, 2ാമത്തെ ദിവ്യബലി അർപ്പണം ഞാൻ നടത്തേണ്ട പള്ളിയിൽ എല്ലാം ക്രമീകരണമെല്ലാം ചെയ്തു. പക്ഷേ അതിന് 3 ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ ഏത് പള്ളിയിലാണോ ചെരുപ്പിന് കാവലിരുന്നത് ആ പള്ളിയിലെ വൈദികൻ ആ ദേവാലയത്തിൽ ഇല്ലാതെ വന്നപ്പോൾ പരിശുദ്ധ കുർബാന ചൊല്ലാൻ എന്നെ അവരങ്ങോട്ട് വിളിച്ചു. അങ്ങനെ പ്രിയമുള്ളവരെ, ഞാൻ ആ ദേവാലയത്തിൽ പോയി എൻ്റെ 2ാമത്തെ പരിശുദ്ധ കുർബാന ഞാൻ അവിടെ ചൊല്ലി. ചെരുപ്പിന് കാവലിരുന്ന അതേ ദേവാലയത്തിൻ്റെ അതേ ബലിപീഠത്തിൽ എനിക്ക് ബലിയർപ്പിക്കാൻ, എൻ്റെ 2ാമത്തെ ദിവ്യ ബലിയർപ്പണം നടത്താൻ എനിക്ക് സാധിച്ചു. സർവശക്തനായ ദൈവത്തെ മുന്നിൽ കണ്ടുകൊണ്ട്, ദൈവത്തെ മാത്രം ആരാധിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു മകനാണ് നീയെങ്കിൽ, നിന്നെ ആരും മാറ്റി നിർത്തിയാലും, നിനക്കെന്ത് കഴിവില്ലെന്ന് പറഞ്ഞാലും, നിനക്കെന്തെല്ലാം കുറവുകളുണ്ടെന്ന് പറഞ്ഞാലും നിന്നെ ദൈവം മാനിക്കുന്ന ഒരു സമയം വരും. പക്ഷെ നീ വെയിറ്റ് ചെയ്യണം. നീ നിൽക്കുന്ന ഒരു മേഖലയിൽ നിൻ്റെ കുടുംബജീവിതത്തിൽ നിനക്ക് ഒരുപക്ഷെ കഴിവില്ല, നിൻ്റെ കുടുംബക്കാർ നിന്നെ ഉപേക്ഷിച്ചതായിരിക്കാം, നിനക്ക് രോഗം വന്ന് നിന്നെ ആരും ശ്രദ്ധിക്കുന്നില്ലായിരിക്കാം,
നിന്നെ ആരും വിളിക്കുന്നില്ലായിരിക്കാം, നിനക്കൊരു ആപത്ത് വന്നപ്പോൾ നിന്നെ ആരും തിരിഞ്ഞു നോക്കിയില്ലായിരിക്കാം, നിന്നെ തള്ളിക്കളഞ്ഞിട്ടുണ്ടാകാം. പക്ഷേ അതെല്ലാം നീ ഓർക്കണം, നിന്നെ ദൈവത്തോട് അടുപ്പിക്കാൻ ദൈവം അവരെ മുഖാന്തരമാക്കിയതാണ്. ദൈവം അവരെ മുഖാന്തരമാക്കിയത്. ഒരുപക്ഷെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നീ ഒരുപക്ഷെ ഒരു ധ്യാന കേന്ദ്രത്തിൽ ശുശ്രൂഷകയായിരിക്കാം. അവിടെ നിനക്ക് വലിയ ഒരു റോളൊന്നും ഉണ്ടായെന്ന് വരത്തില്ല. പക്ഷെ നിന്നെ ഏൽപ്പിച്ച ജോലി അതൊരു പക്ഷേ പാത്രം കഴുകാനായിരിക്കാം, ഒരു പക്ഷേ കസേരകൾ അടുക്കി വെക്കാനായിരിക്കാം. അതേതാണേലും അത് കർത്താവിൻ്റെ നാമത്തെ പ്രതി വിശ്വസ്തയോടെ ചെയ്ത് നോക്കിക്കോ, നിന്നെ ദൈവം ഉയർത്തുന്ന ഒരു സമയം വരും. പക്ഷേ നീ എന്ത് ചെയ്യണം അറിയാമോ? നിൻ്റെ മുഖ്യസ്ഥാനം കർത്താവിന് കൊടുത്തിരിക്കണം. ഒരിക്കലും നമുക്ക് ഒരു പ്രതിസന്ധി ഘട്ടം വന്നാൽ നമ്മളിങ്ങനെ ചിന്തിക്കരുത്, എനിക്ക് ഇന്ന ബന്ധമുണ്ട് കേട്ടോ, ഇല്ല ഇന്ന രാഷ്ട്രീയക്കാരനോട് എനിക്ക് ബന്ധമുണ്ട്, ഞാൻ അയാളെ ആശ്രയിക്കാം എന്ന് പറയരുത് കേട്ടോ. അങ്ങനെ പറയരുത്. നമ്മൾ എന്ത് ചെയ്യണം അറിയാമോ? നമുക്കൊരു ബുദ്ധിമുട്ട് വന്നാൽ, നമുക്കൊരു മുറിവ് വന്നാൽ നമ്മുടെ ദേവാലയത്തിൻ്റെ ബലിപീഠത്തിൽ പോയി മുട്ടുമേ നിന്ന് പ്രാർത്ഥിച്ചോണം. സ്വർഗം അതിന് ഉത്തരം നൽകിയിരിക്കും. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം? പ്രാർത്ഥനയുടെ ഒന്നാമത്തെ ഘട്ടമെന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? സർവശക്തനായ ദൈവത്തെ എന്ത് ചെയ്യുക? അറിയുക. സർവശക്തനായ ദൈവത്തെ അറിയുക. ഒന്നിൻ്റെ പിന്നാലെ പോകരുത്. നിൻ്റെ അടുക്കൽ വരും സമയം, നിൻ്റെ സമയം തെറ്റാണ്, ഇല്ല നിൻ്റെ അടുക്കള ഇരിക്കുന്നത് സ്ഥലം ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് പലരും വരും കേട്ടോ. നമ്മൾ അതിലൊന്നും വീണു പോകരുത്. നമ്മുടെ ദൈവത്തെ മുറുകെ പിടിച്ചണം. നമ്മുടെ ദൈവത്തിനായിരിക്കണം ഒന്നാം സ്ഥാനം കൊടുക്കേണ്ടത്. ആ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കേണ്ട സ്ഥാനത്ത് നമ്മൾ വേറെ ആരെയും പ്രതിഷ്ഠിക്കരുത്. നമ്മുടെ മക്കളെയോ, നമ്മുടെ ഭാര്യയോ, നമ്മുടെ മാതാപിതാക്കന്മാരെയോ നമ്മൾ ആരെയും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ഈ സ്ഥാനത്ത് നമ്മൾ പ്രതിഷ്ഠിക്കരുത്. നമ്മളിൽ പലപ്പോഴും നമ്മൾ പറയാറില്ലേ, ആ വ്യക്തി ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ ജീവിതം എന്തായാനേ. തെറ്റാണ് കേട്ടോ. ആ വ്യക്തി അവിടെ കൊണ്ടുപോകുന്ന ദൈവമാണ്. ഈ തിരിച്ചറിവ് നിന്നിലേക്ക് വരണം കേട്ടോ. അപ്പോൾ പ്രാർത്ഥനയുടെ ഒന്നാമത്തെ ഘട്ടം എന്താണ്? സർവശക്തനായ ദൈവത്തെ എന്ത് ചെയ്യുക? നീ അറിയുക. ഇനി അടുത്ത വചനം പറയുകയാണ്, രണ്ടാമത്തെ സ്റ്റെപ്പ്, ഒരു പ്രാർത്ഥനയുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് തങ്ങളെ തന്നെ എളിമപ്പെടുത്തുക. എന്ത് ചെയ്യണം? എളിമപ്പെട്ടോണം. പ്രിയമുള്ളവർ, എളിമപ്പെട്ടോണം. ഇപ്പോൾ ഈ കാലഘട്ടം നോർത്ത് നോക്കിയേ, ഒരു ചെറിയ വൈറസ് ലോകത്തെ മുഴുവൻ കീഴ്പ്പെടുത്തി. ഇത്രയേ ഉള്ളൂ മനുഷ്യൻ്റെ കാര്യം. എന്തെന്നുള്ളത് സ്വത്തുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നല്ല ജോലി ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതുകൊണ്ട് പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ കൃപയാണ് ഇതെല്ലാം, കർത്താവിൻ്റെ ദാനമാണ് ഇതല്ല. ഈ തിരിച്ചറിവ് നമുക്കുണ്ടാകണം. എളിമപ്പെട്ടോണം. പ്രഭാഷകൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 18-ാം വചനം ഇങ്ങനെ പറയുകയാണ്, നീ എത്രമാത്രം ഉന്നതനാണോ അത്രമാത്രം വിനീതനാകുക, അപ്പോൾ കർത്താവിൻ്റെ കൃപയ്ക്ക് നീ പാത്രമാകും. യാക്കോബ് 4:10 പറയുകയാണ്, കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ ഇരിക്കുവിൻ, അവിടെ തക്ക സമയത്ത് നിന്നെ ഉയർത്തും. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഈ ഞാനെന്ന വലിയ ഭാവം ഒക്കെ എടുത്തു മാറ്റുക. ഞാൻ അവിടെ ഇല്ലായിരുന്നെങ്കിൽ തീർന്നാനെ, ഞാനല്ലാതെ നിങ്ങളുടെ കൂടെ വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ നിങ്ങളെ കെട്ടിയിരുന്നത്, നിങ്ങളുടെ ഭാര്യ ഞാനല്ലായിരുന്നെങ്കിൽ നിങ്ങളുടെ കാര്യം എന്തായാലും, അങ്ങനെയൊന്നും പറയരുത്. എളിമപ്പെട്ടോണം. കർത്താവ്, പ്രിയമുള്ളവരെ, നമ്മൾ ഇത് ഒരു ആമീൻ പറയണമെങ്കിൽ പോലും ദൈവത്തിൻ്റെ കൃപയില്ലെങ്കിൽ ഒന്നും സാധിക്കത്തില്ല. എന്തിനേറെ ഒരു കർത്തൃപ്രാർത്ഥന, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നൊരു പ്രാർത്ഥന നമുക്ക് ചൊല്ലാനും പറ്റണമെങ്കിൽ അത് ദൈവത്തിൻ്റെ കൃപ വേണം കേട്ടോ. അതുകൊണ്ട് എളിമയോടെ ജീവിക്കാൻ നമ്മളെ കൊണ്ട് പറ്റണം. ദൈവമേ, ഇതെല്ലാം നിൻ്റെ ദാനമാണ്, ഒരു പനി മതി കർത്താവ് ഇതെല്ലാം മാറാൻ. അതുകൊണ്ട് അങ്ങനെ ഒരു ജീവിതം മുമ്പോട്ട് എളിമപ്പെട്ടോണം. എത്ര ദൈവസന്നിധിയിൽ ഒരു കുഞ്ഞ് ഒരപ്പൻ്റെ സന്നിധിയിൽ, ഒരപ്പൻ്റെ മുമ്പിൽ എത്രമാത്രം ഭയത്തോടും എത്ര സ്നേഹത്തോടും നിൽക്കുന്ന പോലെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ എളിമപ്പെട്ട് ജീവിച്ചോണം. ഒന്ന് ഞാൻ പറഞ്ഞത്, സ്വർഗത്തിലെ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുക. 2, എന്ത് ചെയ്യുക? എളിമപ്പെടുക. അടുത്ത മൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കേട്ടോ. ഈ 3 കാര്യങ്ങൾ ചെയ്താൽ ഉറപ്പാണ് പ്രാർത്ഥന ദൈവം കേട്ടിരിക്കും, സംശയമില്ല. മൂന്നാമത്തെ കാര്യം ഇതാണ്, തങ്ങളുടെ ദുർമാർഗ്ഗങ്ങളിൽ നിന്ന് പിന്തിരിയുകയും ചെയ്താൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് അവരുടെ പ്രാർത്ഥന കേൾക്കും. തങ്ങളുടെ ദുർമാർഗ്ഗങ്ങളിൽ നിന്ന് പിന്തിരിയണം. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞാൽ, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പാപം ഏതെങ്കിലും ഒരു പ്രസംഗത്തിൽ ആരെങ്കിലും അത് പറഞ്ഞാൽ, ഇല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടൊരു പ്രസംഗം ഞാൻ കേൾക്കാനിടയായാൽ, തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ആത്മാവാണ് എന്നെ അത് കേൾപ്പിച്ചത്. അപ്പോൾ ഞാൻ ചെയ്യേണ്ട അടുത്ത കാര്യം എന്നാണെന്നറിയാമോ? ആ പാപം അടുത്തൊരു കുമ്പസാരത്തിൽ പോയിട്ട് എന്ത് ചെയ്യണമെന്നറിയാമോ? ഞാൻ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം. ദുർമാർഗ്ഗങ്ങളിൽ നിന്ന് പിന്തിരിയണം. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരാളോട് സംസാരിച്ചപ്പോൾ ഭയങ്കര കുടിയാണ്, മദ്യപാനമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് ശരിയല്ല കേട്ടോ, മദ്യപാനമൊക്കെ നിർത്തണം. നിങ്ങളൊന്നും പറയുന്നുണ്ട്, ഇതൊക്കെ ഞാൻ ഒത്തിരി കേട്ടിട്ടുള്ളതാണ്.
ഒന്നോർത്ത് നോക്കിയേ, എത്രമാത്രം അനുതാപമില്ലാത്തൊരു ഹൃദയമായി പോയല്ലോ അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ദുർമാർഗ്ഗങ്ങളിൽ നിന്ന് പിന്തിരിയണം. അപ്പോൾ ദുർമാർഗ്ഗങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞാൽ ദൈവം പ്രാർത്ഥന കേൾക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ മദ്യപാനിയാണെങ്കിൽ എൻ്റെ മകൻ മദ്യപിക്കരുതെന്ന് എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല, പ്രാർത്ഥന കേൾക്കത്തില്ല. നമ്മുടെയൊക്കെ പ്രാർത്ഥന കേൾക്കാത്തതിൻ്റെ കാരണം ഇത് തന്നെയാണ്. നീ ബലിപീഠത്തിൽ ബലിയർപ്പിക്കാൻ പോകുമ്പോൾ നിന്നോട് ആർക്കെങ്കിലും വൈരാഗ്യമുണ്ടെന്ന് കണ്ടാൽ ആ ബലിവസ്തു അവിടെ വെച്ചിട്ട് പോയിട്ട് എന്ത് ചെയ്യുക, ആദ്യം സഹോദരനോട് രമ്യമാവുക. പലപ്പോഴും നമ്മളെ പ്രാർത്ഥന ദൈവം കേൾക്കാത്തതിൻ്റെ കാരണം തന്നെ ഈ പകയും ഈ വൈരാഗ്യവും ഈ വിദ്വേഷമൊക്കെ നമ്മുടെ ഉള്ളിൽ വെച്ചുകൊണ്ട് നമ്മൾ എത്ര പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞാലും കേൾക്കത്തില്ല. പ്രിയമുള്ളവരെ, കേൾക്കില്ല. ദുർമാർഗ്ഗങ്ങളിൽ നിന്ന് പിന്തിരിയുക. ചെയ്തുകൊണ്ടിരിക്കുന്ന പാപങ്ങളെ അത് തെറ്റാണെന്ന് അറിഞ്ഞിട്ടും വീണ്ടും വീണ്ടും അത് ചെയ്യാതിരിക്കാൻ പരിശ്രമിക്കുക. വചന ശുശ്രൂഷയിലൂടെ കേൾക്കുന്നത് എന്ത് ചെയ്യുക, ഹൃദയത്തിൽ സൂക്ഷിക്കുക. ദുർമാർഗ്ഗങ്ങളിൽ നിന്ന് എന്ത് ചെയ്യുക, ഓടി മാറുക. പാപത്തിൽ നിന്ന് ഓടി മാറുക. വിശുദ്ധിയോടെ ജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുക. 3 കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഇന്ന് പങ്കുവച്ചു. 1, സ്വർഗത്തിലെ ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുക്കണം. ആ സ്ഥാനത്ത് നമ്മൾ വേറെ ആരെയും പ്രതിഷ്ഠിക്കരുത്, വേറെ ആരിലും നമ്മൾ ആശ്രയം വയ്ക്കരുത്, ആശ്രയം വയ്ക്കരുത്. രണ്ടാമതൊരു കാര്യം ഇതാണ്, എളിമപ്പെടുക. ജീവിതത്തിൽ ഒന്നുമില്ല, ഇതൊരു കളിമണ്ണുണ്ടാക്കപ്പെട്ട ശരീരമാണ് എൻ്റേതെന്നുള്ള ചിന്തയിൽ ഒരു പനി വന്നാൽ തീരാനുള്ളതേ ഉള്ളൂ എൻ്റെ ജീവിതം എന്നുള്ള ഓർമ്മ നിൻ്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. മൂന്നാമതെന്താണ്, ദുർമാർഗ്ഗങ്ങളിൽ നിന്ന് പിന്തിരിയുക. നേരായ മാർഗത്തിലൂടെ ജീവിക്കുക. നേരായ മാർഗത്തിലൂടെ ജീവിക്കുക. ഇന്ന് ഈ കാലഘട്ടത്തിൽ ക്രൈസ്തവ സമൂഹങ്ങൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഇഷ്ടംപോലെ സുവിശേഷമുണ്ട്. ചാനലുകൾ തുറന്നാൽ സുവിശേഷമാണ്. വാട്സപ്പ് ഓൺ ചെയ്താൽ ഷോർട്ടായ മെസ്സേജുകൾ, വീഡിയോകൾ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട്. ഇഷ്ടംപോലെ വചന ശുശ്രൂഷകൾ നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷേ പ്രിയമുള്ളവരെ, ഇതെല്ലാം കേൾക്കുന്നുണ്ടെന്നേ ഉള്ളൂ. ദുർമാർഗ്ഗങ്ങളിൽ നിന്നും പിന്തിരിയാൻ എനിക്കോ നിങ്ങൾക്കോ മനസ്സില്ല. ഏറ്റവും വലിയ അപജയം ഇതാണ്. നിങ്ങളൊന്ന് നോക്കിക്കേ, ഒരു വീട്ടിൽ 4 പേരുണ്ടെങ്കിൽ 4 പേരും ഈ അനുഭവത്തിൽ വന്നു നിന്നുകൊണ്ട് അരമണിക്കൂർ പ്രാർത്ഥിച്ചാൽ മതി. ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം സ്വർഗത്തിലെ ദൈവം തന്നിരിക്കും. മക്കളെ, തന്നിരിക്കും. അതുകൊണ്ട് ഈ സന്ധ്യയിൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം ഉണ്ടെന്ന് അറിയാമോ? ഇത്രയും നാൾ ഞാൻ പ്രാർത്ഥിച്ചത് ഈ 3 കാര്യങ്ങൾ ഉണ്ടായിരുന്നു ആ പ്രാർത്ഥനയിൽ. കർത്താവെ, ഞാൻ സത്യത്തിൽ വീട് വെക്കാൻ ആഗ്രഹിച്ചു. അക്കൗണ്ടിൽ ലക്ഷക്കണക്കിന് രൂപ വന്നു. പ്ലാൻ എല്ലാം റെഡിയായി. എല്ലാം റെഡിയായി കഴിഞ്ഞിട്ടാണ് ഞാൻ നിൻ്റെ മുമ്പിൽ ഇതൊന്ന് ചെയ്തത്, നിന്നോട് ഇതെല്ലാം പറഞ്ഞത്. അങ്ങനെയല്ല. നീ എന്തെങ്കിലും ഒരു കാര്യം പ്ലാൻ ചെയ്താൽ ആദ്യം കർത്താവിനോട് അഭിപ്രായം ചോദിക്കുക. ദൈവസന്നിധിയിൽ ഇരിക്കുക. ദൈവത്തോട് മുട്ടിപ്പാട്ട് പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിക്കുന്നൊരു വ്യക്തിയാണ് നീയെങ്കിൽ നിന്നെ ദൈവം ഉയർത്തും. നിന്നെ ദൈവം ഉയർത്തും. അപ്പോൾ നമ്മൾ ഈ 3 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യണം. 1, സർവശക്തനായ ദൈവത്തെ എന്ത് ചെയ്യുക, നമ്മൾ വിളിച്ചപേക്ഷിക്കുക, വേറെ ആരിലും ആശ്രയം വയ്ക്കാതിരിക്കുക. 2, എളിമപ്പെടുക. 3, തങ്ങളുടെ ദുർമാർഗ്ഗങ്ങളിൽ നിന്ന് പിന്തിരിയുക. അപ്പോൾ ഈ ദുർമാർഗ്ഗങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, വിശുദ്ധിയോടുകൂടെ തമ്പുരാൻ്റെ സന്നദ്ധിയിൽ നിന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. നമ്മുടെ മൈനർ മിസ്റ്റേക്ക് പോലും ഓരോ പ്രസംഗങ്ങളിലൂടെ നമ്മൾ കേട്ട് നമ്മൾ തിരിച്ചറിഞ്ഞ് ആ പ്രസംഗത്തിൽ കേട്ടത് കാര്യങ്ങൾ എൻ്റെ ഒരു കുറവാണെങ്കിൽ, ദൈവമേ, ഇത് അച്ഛൻ എന്നെക്കുറിച്ചാണല്ലോ പറഞ്ഞതെന്നൊരു തോന്നൽ നിൻ്റെ ഉള്ളിൽ വന്നാൽ അത് പരിശുദ്ധാത്മാവാണ് നിങ്ങളെ തോന്നിപ്പിക്കുന്നത്. അടുത്ത സെക്കൻഡ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം അറിയാമോ? ഏറ്റവും അടുത്ത നാളുകളിൽ തന്നെ നിങ്ങളത് നിങ്ങളുടെ അടുത്തുള്ള വികാരിയച്ഛൻ്റെ അടുക്കൽ പോയിട്ട് എന്ത് ചെയ്യുക, അത് കുമ്പസാരത്തിൽ ഏറ്റുപറഞ്ഞിട്ട് എന്ത് ചെയ്യുക, പ്രാർത്ഥിക്കുക. ഇത് നമ്മൾ ഇന്ന് വായിച്ചു കേട്ട വിശുദ്ധ 2 ദിനവൃത്താന്തം 7-ാം അധ്യായത്തിൽ ഇങ്ങനെ വചനം പറയുകയാണ്. ദാവീദിൻ്റെ മരണശേഷം സോളമനെ ദൈവം രാജാവാക്കി ഉയർത്തി. ആദ്യ നാളുകളിൽ സോളമൻ ചെയ്തത് എന്നാണെന്നറിയാമോ? 1000 ദഹനബലി അർപ്പിച്ചു. 1000 ദഹനബലി. 2 ദിനവൃത്താന്ത പുസ്തകത്തിൻ്റെ 1-ാം അധ്യായത്തിൽ ആ വചനം പറയാം. 1 മുതൽ 12 വരെയുള്ള വചനങ്ങളിൽ പറയുകയാണ്, സോളമൻ 1000 ദഹനബലി അർപ്പിച്ചു, ദൈവത്തെ വിളിച്ചു. അവനെ തന്നെ എളിമപ്പെടുത്തി വിശുദ്ധീകരിച്ചു, ദൈവത്തെ വിളിച്ചു. അവൻ ആദ്യം ചോദിക്കുന്ന കാര്യം എന്താണെന്നറിയാമോ? അവൻ ചോദിക്കുന്നത് ശത്രുക്കളെ നിഗ്രഹിക്കാനുള്ള കഴിവല്ല ചോദിക്കുന്നത്, മറ്റു രാജാക്കന്മാരെക്കാൾ കൂടുതൽ സമ്പത്തോ ഒന്നുമല്ല അവൻ ചോദിക്കുന്നത്. അവൻ ചോദിച്ച കാര്യം എന്താണെന്നറിയാമോ? എൻ്റെ ദൈവമേ, അങ്ങ് എന്നെ രാജാവാക്കി, അങ്ങയുടെ ദാസനായ ദാവീദിനെ പ്രതി അവൻ്റെ മകനായ എന്നെ അവിടുന്ന് രാജാവാക്കി. കർത്താവെ, എനിക്ക് വേണ്ടത് എന്താണെന്നറിയാമോ? അങ്ങയുടെ ജനത്തെ നയിക്കാനുള്ള ദൈവീകമായ ജ്ഞാനം നൽകണമേ. കണ്ടോ, ദൈവികമായ ജ്ഞാനം നൽകണമേ. നമ്മുടെ പ്രാർത്ഥനകൾ എന്നാ? എൻ്റെ കർത്താവേ, എനിക്ക് വീട് കിട്ടണേ, എൻ്റെ മക്കൾ വലുതാകണേ,
അവരവരേക്കാൾ മറ്റുള്ളവരെക്കാൾ ഉയർത്തണമേ. അങ്ങനെയുള്ള മാനുഷിക കാര്യങ്ങൾ, ഭൗതിക കാര്യങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സോളമൻ പ്രാർത്ഥിച്ച് എങ്ങനെയാണെന്നറിയാമോ? ഇതാ അങ്ങയുടെ ജനത്തെ നയിക്കാനുള്ള ദൈവിക ജ്ഞാനം നൽകണമേ. ആ ഒറ്റ പ്രാർത്ഥന ദൈവം എന്തെല്ലാം കൊടുത്തെന്നറിയാമോ? കർത്താവ് സോളമനോട് പറയുകയാണ്, നീ നിൻ്റെ പ്രാർത്ഥന എനിക്ക് ഭയങ്കര ഇഷ്ടം. നീ ശത്രുനിഗ്രഹമോ ദീർഘായുസോ അതുപോലെ തന്നെ സമ്പത്തോ ഒന്നും നീ ചോദിച്ചില്ല. നീ ദൈവിക ജ്ഞാനം ചോദിച്ചു. ദൈവികമായ ജ്ഞാനവും ഞാൻ നിനക്ക് നൽകുന്നു, അതോടൊപ്പം തന്നെ ബാക്കിയുള്ള സകലതും ഞാൻ നിനക്ക് നൽകുന്നു. അപ്പോൾ നമ്മൾ ഓർത്ത് നോക്കി, ഇവിടെ എന്താ സംഭവിക്കുന്നത്? നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന വിഷയവും കേൾക്കുന്നുമില്ല, ഉള്ള അനുഗ്രഹം കൂടെ പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ കയ്യിലൊരു മിസ്റ്റേക്കല്ലേ, ദൈവത്തിന് കേൾക്കാൻ സാധിക്കാത്തത് കൊണ്ടല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓർത്തുകൊണ്ടിരിക്കുന്ന കാര്യം, നമ്മുടെ ദുർമാർഗ്ഗങ്ങളിൽ നിന്നെല്ലാം പിന്തിരിഞ്ഞ് എളിമപ്പെടുത്തി എന്ത് ചെയ്യുക? ദൈവത്തെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കുക. വേറെ ഒന്നിലും ആശ്രയം വയ്ക്കരുത് കേട്ടോ. ഇനിയുള്ള കാലഘട്ടത്തിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, കർത്താവിൽ കൂടുതൽ ശരണം വയ്ക്കുക. എനിക്ക് ഭയങ്കര സങ്കടമുണ്ടായ സംഭവം ഉണ്ടായി. കാരണം കഴിഞ്ഞ ദിവസം ഒരു പള്ളിയിൽ പരിശുദ്ധ കുർബാന ചൊല്ലാൻ പോയപ്പോൾ ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശമനുസരിച്ച് 100 താഴെ ഏകദേശം ഒരു 80-85 ആളുകൾക്ക് ആ പള്ളിയിൽ നിൽക്കാം. ഞാൻ നോക്കി പ്രിയമുള്ളവരെ, ഏകദേശം ഒരു 40-45 പേരെ ആ പള്ളിക്കകത്തുള്ളൂ. അപ്പോൾ ഞാൻ അച്ഛനോട് ചോദിച്ചു, എന്നാ പറ്റിയ വെച്ചാൽ ആളുകൾ വന്നില്ലല്ലോ. അച്ഛൻ ഇടവയിലെ ജനങ്ങളോടെല്ലാം വിളിച്ചു പറയുമ്പോൾ അവർക്ക് പള്ളി വരാൻ പേടിയാണ്, കൊറോണ വൈറസ് വരും. അവർക്കെന്നാൽ മീൻ മാർക്കറ്റിൽ പോകുന്നതിന് അവർക്ക് പേടിയില്ല, അവർക്ക് ജോലി സ്ഥലത്ത് പോകുന്നതിന് പേടിയില്ല, അവരുടെ എസ്റ്റേറ്റുകളിൽ അന്യസംസ്ഥാന തൊഴിലാളികളെ കൊണ്ടുവന്ന് അവരുടെ കൂടെ നിർത്തി അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നതിന് അവർക്ക് പേടിയില്ല. അവർക്ക് പേടിയുള്ളത് ഒരേ ഒരു കാര്യത്തിലേ ഉള്ളൂ, കർത്താവിൻ്റെ ആലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നതിൽ അവർക്ക് പേടി. അവരുടെയൊക്കെ വിചാരം പള്ളിയിലെ അച്ഛന്മാർ ഒരു കൂടുതൽ കൊറോണ കൊടുത്തു വിടുന്ന പോലെ അവരുടെ വിചാരം. പ്രിയമുള്ളവരെ, അങ്ങനെയല്ല കേട്ടോ. നമുക്കൊരു ആപത്ത് വരുമ്പോൾ നമ്മൾ ആരിൽ ആശ്രയം വെക്കേണ്ടത്? കർത്താവിൽ ആശ്രയം വെക്കണം. ഈ സമയങ്ങളിൽ ഒത്തിരി പേര് പറയും, പള്ളിയിൽ പോയിട്ട് എന്നാ പ്രയോജനം, ഇത്ര നാൾ പോയിട്ട് ഇതാണ് അവസ്ഥ എന്ന് പലരും പറയും. പല എത്തിസ്റ്റുകളും ഉയർന്നു വരുന്നൊരു കാലഘട്ടമാണിത്. അപ്പോൾ ദേവാലയത്തിൽ പോകാൻ നിങ്ങൾ ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പാടില്ല? പേടിക്കാൻ പാടില്ല. ദേവാലയത്തിൽ പോകണം, ദൈവത്തെ ശുശ്രൂഷിക്കണം. ഈ സമയങ്ങളിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കേണ്ട ഒരു സമയം. അപ്പോൾ അത് എന്ന് വെച്ചാൽ നിങ്ങളെല്ലാവരും കൂട്ടത്തോട് പോകണമെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ഗവൺമെൻറ്റിൻ്റെ റൂൾ അനുസരിച്ച് ഒരു ദേവാലയത്തിൽ ഇത്ര പേർക്ക് നിൽക്കാൻ പാടുള്ളൂ എന്നൊന്നും നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ അതിനനുസരിച്ച് ഇടവകയിൽ നിന്ന് വികാരിയച്ഛനോ കമ്മിറ്റിക്കാരോ വിളിക്കുമ്പോൾ നിങ്ങളൊരാൾ പോകാതിരുന്നാൽ പോകാൻ മനസ്സുള്ള ഒരാളുടെ അവസരം കൂടെ എന്ത് ചെയ്യുകയാണ്? നഷ്ടമാവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ദേവാലയത്തിൽ പോയി ദൈവത്തെ ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി ഈ വിനാശം നമ്മുടെ ലോകത്തു നിന്ന് തന്നെ മാറുവാൻ വേണ്ടി ശക്തമായിട്ട് എന്ത് ചെയ്യുക? പ്രാർത്ഥിക്കേണ്ട സമയമാണ് ഇത്. അപ്പോൾ അതുകൊണ്ട് പ്രിയമുള്ള മാതാപിതാക്കന്മാരെ, കുഞ്ഞുമക്കളെ, ഈ സന്ധിയിൽ നിങ്ങൾ സർവശക്തനായ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചുകൊണ്ട് ദേവാലയ ശുശ്രൂഷകളിൽ കൂടുതൽ കൂടുതൽ തീഷ്ണതയോടുകൂടെ ജീവിക്കാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കട്ടെ. ഞാൻ ഈ കാലഘട്ടത്തിൽ ഞാൻ ഓർക്കുകയായിരുന്നു, പലപ്പോഴും കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില നമുക്കറിയത്തില്ല. സത്യത്തിൽ പള്ളിയിൽ വരാതിരുന്നപ്പോഴല്ലേ നമുക്കൊക്കെ ഒരു ശൂന്യതയല്ലായിരുന്നോ? പലരും ഈ ദിവസങ്ങളിൽ വിളിച്ചിട്ട് പറയാറുണ്ട്, അച്ഛാ ഇപ്പോൾ തിങ്കൾ ഏതാണ്, ചൊവ്വ ഏതാണ്, ശനി ഞായർ ഏതാണെന്ന് അറിയത്തില്ല, ഒരു ശൂന്യതയാണ് അച്ഛാ. ഒരിക്കൽ കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ ഒരു പെൺകുട്ടീനെ വിളിച്ചു പറഞ്ഞു, അച്ഛാ ഭർത്താവ് ഭയങ്കര ദേഷ്യമാണ്, വീണ്ടും മദ്യപാനത്തിലേക്ക് പോയി. ആ സെക്കൻഡ് തന്നെ ഞാൻ അവനെ വിളിച്ചു, എന്താണ് നിൻ്റെ ജീവിതത്തിൽ എന്താണ് പ്രശ്നം? പറഞ്ഞാൽ അവൻ പറയണം, എൻ്റെ അച്ഛാ ഞാൻ വീണുപോയി. ഞാൻ പറഞ്ഞു, സാരമില്ല, വീണു പോകാത്ത മനുഷ്യൻ ഈ ലോകത്തില്ലല്ലോ, കർത്താവ് തന്നെ പാപികളെ വിളിക്കാനല്ലേ വന്നത്, നീതിമാന്മാരെ വിളിക്കാനല്ലല്ലോ എന്നൊക്കെ ഞാൻ പറഞ്ഞു. പാവനോട് പറഞ്ഞു, അച്ഛാ സത്യത്തിൽ ലോക്ക്ഡൗണിന് മുമ്പായിരുന്നെങ്കിൽ എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ വന്ന് കുർബാനയ്ക്കൊക്കെ കണ്ട് അവിടെ ഉള്ളവരോടൊക്കെ സംസാരിച്ച് അച്ഛനോടൊക്കെ സംസാരിച്ച് പോരുമ്പോൾ ഒരു അഭിഷേകം ഉണ്ടായിരുന്നു, തിന്മയിലേക്ക് പോകാതിരിക്കാൻ തോന്നുമായിരുന്നു. പക്ഷെ ഇപ്പോൾ പള്ളിയിലും പോകാൻ പറ്റുന്നില്ല, പ്രാർത്ഥിക്കാനും പറ്റുന്നില്ല. എന്തോന്നറിയിച്ചില്ല, പാപത്തിൻ്റെ പ്രലോഭനം നമുക്കുണ്ടാകുന്നു. പ്രിയമുള്ളവരെ, ഇതെല്ലാം ഒരു പിശാചിൻ്റെ തന്ത്രമാണ്, ഇത് നമ്മൾ തിരിച്ചറിയണം കേട്ടോ. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാമോ? ഈ കാലഘട്ടത്തിൽ ശക്തമായ പ്രാർത്ഥനകൾ ഉയരണം, കുടുംബത്തിൽ നിന്ന് ഉയർത്തണം. നിങ്ങൾക്ക് ഞായറാഴ്ചകളിൽ ദേവാലയത്തിൽ പോകാൻ പറ്റാത്ത ഞായറാഴ്ചകളിൽ മീഡിയയിലൂടെ എല്ലാം പരിശുദ്ധ കുർബാനയുണ്ടല്ലേ, ആ ദിവസങ്ങളിൽ നിങ്ങളുടെ വീട്ടിൽ ഒരു ബലിപീഠം ഉണ്ടാക്കണം, ഒരു മേശ ഉണ്ടാക്കണം, അവിടെ 2 തിരികളൊക്കെ വെച്ച് കുരിശൊക്കെ വെച്ച് ഒരു ദേവാലയത്തിൽ എങ്ങനെ നിങ്ങൾ ബലിപീഠത്തിൽ കുർബാനയ്ക്ക് നിൽക്കുന്നു ആ ഒരു രീതിയിൽ മനോഭാവത്തിൽ നിങ്ങളുടെ വീടുകളിൽ ഇരുന്ന് എന്ത് ചെയ്യണം? ബലിയർപ്പണത്തിൽ പങ്കെടുക്കണം. അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് ഒത്തിരി പേര് അങ്ങനെ ചെയ്യുന്നവരുണ്ട് കേട്ടോ. എനിക്ക് എന്നിട്ട് ഞാൻ പല വീടുകളിൽ ദിവസങ്ങളൊക്കെ പോയപ്പോൾ കണ്ട കാഴ്ച, ഒരു മുറി തന്നെ ചില വീടുകളിൽ ഒരു മുറി തന്നെ ഒരു ദേവാലയമാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു അവസ്ഥയിലേക്ക് വരുവാൻ ഈ കാലഘട്ടത്തിൽ നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചോണം. ഈ ശുശ്രൂഷ നിങ്ങൾ പങ്കെടുക്കുമ്പോൾ ഇതിലൂടെ കേൾക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? അതിലൂടെ ഒരു ജീവിതം, അതിലൂടെ ഒരു പ്രാർത്ഥന നിങ്ങൾ നടത്തി നോക്കിയോ, കർത്താവ് അവിടെ
കൃപ ഒഴുക്കി തരും കേട്ടോ. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ഈ സന്ധ്യയുടെ യാമത്തിൽ ഈ പ്രാർത്ഥനയിലൂടെ ഇങ്ങനെയുള്ള പ്രാർത്ഥന ശൈലികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ കൃപ നൽകട്ടെ. ഒന്ന്, ദൈവത്തിനെ അറിയുക, സർവശക്തനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ പോകാനൊരു മനസ്സ് വയ്ക്കുക. 2, എളിമപ്പെടുക. 3, പാപങ്ങളിൽ നിന്ന് ഓടി മാറി എന്ത് ചെയ്യുക? പ്രാർത്ഥിക്കുക. അങ്ങനെ ഒരു നല്ല ദൈവികമായ അനുഭവം ഈ സന്ധ്യയുടെ യാമത്തിൽ സർവശക്തനായ ദൈവം നിങ്ങൾക്കെല്ലാവർക്കും അതിനുള്ള കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ തന്നെ ആമീൻ. Maria.